അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരരും സഹോദരനും നിറഞ്ഞ ഈ സംഗമത്തിൽ ബഹുമാനീയരായ ഉസ്താദുമാർക്ക്, സ്നേഹമുള്ള സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയത്തിന്റെ സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ സഹപ്രവാചകർ എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇസ്ലാം മനുഷ്യരോട് ഒരുമയോടെ കഴിയാൻ പറഞ്ഞു. പക്ഷെ മനുഷ്യൻ മനുഷ്യനെ പിരിച്ചു വെച്ചു. അവിടെ അല്ലാഹു തിരഞ്ഞെടുത്ത ചിലർ മാത്രം പ്രവാചകരായി. അവർക്ക് ആയുധങ്ങളില്ലായിരുന്നു, അവർക്ക് സൈന്യങ്ങളുമില്ല, അവർക്ക് ഹൃദയങ്ങളുണ്ടായിരുന്നു, അതിൽ നിറഞ്ഞതിനെയും സ്നേഹവുമായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ ചൂടിച്ച നാവികൻ. മൂസാ നബി അലൈഹിസ്സലാം അടിമത്തെ തകർത്ത ദയാമയൻ. ഈസാ നബി അലൈഹിസ്സലാം ക്ഷമയുടെ ദീപം. പക്ഷേ ഇവരിൽ എല്ലാവരെയും പ്രഭയാൽ മാറിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ നമുക്ക് വിശേഷിപ്പിക്കാം സ്നേഹദൂതൻ. ഉഹുദിൽ അവിടുത്തെ പല്ലുപൊട്ടുകയും തലമുറയായപ്പോൾ പൊറുക്കണേ നാഥ, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലേ. അക്രമത്തിൽ സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. അതൊരു മാനവനാണ് പറഞ്ഞത് അല്ല, അതൊരു ദൈവിക സ്നേഹത്തിന്റെ കരുണ സ്വരൂപമാണ്. അവിടുന്ന് പറഞ്ഞത് കുട്ടികളെ സ്നേഹിക്കാത്തവരും മുതിർന്നവരെ ആദരിക്കാത്തവരും ഞങ്ങളിലല്ല. നമ്മുടെ സമൂഹം സാങ്കേതിക വിദ്യകളിലൊക്കെ വളരുമ്പോഴും ഹൃദയങ്ങളിൽ പാൽ വളരുന്നു. ഖുർആൻ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽആലമീൻ. നബിയെ ലോകത്തെ മുഴുവൻ കരുണയോടെ ആലിംഗനം ചെയ്യുക. അവിടെ നബിയെ പറഞ്ഞപ്പോൾ നബിയെ കുറിച്ചായിരുന്നു അവസാന വാക്കുകൾ. പ്രിയ കൂട്ടുകാരെ, ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നോക്കൂ. അവിടുത്തെ കാലം, മദീനയുടെ പൊടിയേറിയ വഴികൾ, സ്വഹാബികൾ ചുറ്റും ഒരാൾ മുന്നിലേക്ക് വന്നു. യാ റസൂലല്ലാഹ്, ശത്രുക്കൾ വരുന്നു എന്ന് പറയാൻ. പക്ഷെ പ്രവാചകർ ഭയക്കാതെ സ്നേഹത്തോടെ തന്നെ ജനങ്ങളെ കൂട്ടിച്ചേർത്തു. അവിടുത്തെ കണ്ണുകളിൽ വെറുപ്പില്ലായിരുന്നു, സ്നേഹത്തിന്റെ സമുദ്രം മാത്രം. ഇന്ന് ആ സമുദ്രത്തിൽ നിന്ന് ഒരു പുള്ളി പോലും നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ലോകം മാറും. ഒരിക്കൽ അവിടുന്ന് ഉമ്മത്തിനോർത്ത് കരഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിനെ കുറിച്ചാണ് ഭയം. അപ്പോൾ അല്ലാഹു അറിയിച്ചു, ഞാൻ അങ്ങയുടെ ഉമ്മത്തെ സന്തോഷിപ്പിക്കും, അങ്ങയെ വിഷമിപ്പിക്കില്ല. നമ്മോടുള്ള മരണാനന്ദം വരെ നീളുന്ന സ്നേഹത്തിന്റെ തെളിവ്. എന്റെ ഉമ്മത്ത് എവിടെയാണെന്ന് അന്വേഷിച്ച് ഔദുൽ കൗസറിൽ നിന്ന് ആദ്യം കുടിപ്പിക്കാൻ നമ്മെ കാത്തിരിക്കും. അവിടുന്ന് പറഞ്ഞു, എന്റെ സഹോദരന്മാരെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവർ ചോദിച്ചു, ഞങ്ങളല്ലേ? നിങ്ങൾ എന്റെ സഹാബികൾ. എന്റെ സഹോദരന്മാർ അവരെന്നെ കണ്ടിട്ടില്ല, പക്ഷേ എന്നിൽ വിശ്വസിച്ചവരാണ്. അതായത് നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിക്കുന്നവരെയും സ്നേഹത്തോടെ സഹോദരന്മാരെന്ന് വിളിച്ചു. നമ്മൾ എവിടെയായാലും അവരോടുള്ള സ്നേഹത്തിലാണെന്ന് പാടി പറയണം. യാ റസൂലല്ലാഹ്, നഹ്നു നുഹിബ്ബുക. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മുടെ സ്വരം ചെറുതായിരിക്കാം, നമ്മുടെ പ്രായം കുറവായിരിക്കാം, പക്ഷേ അവിടുത്തോടുള്ള സ്നേഹത്തിലുള്ള ഹൃദയം വലുതായിരിക്കട്ടെ. നമുക്ക് നൽകപ്പെട്ട പ്രവാചക സ്നേഹം ജീവിതത്തിൽ കൊണ്ടുപോകേണ്ട ആഹാരമാണ്. നാം അവിടുത്തോട് സ്നേഹിക്കുന്നെന്ന് പറയുക മാത്രം പോരാ, അവിടുത്തെ സ്നേഹപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. സഹപാഠിയെ സഹായിക്കുക, അധ്യാപകരെ ആദരിക്കുക, പാവപ്പെട്ടവരെ സ്നേഹിക്കുക, മനസ്സിലാവാത്തവരെ വിധിക്കാൻ ശ്രമിക്കുക. ഇത് തന്നെയാണ് പ്രവാചകത്തിന്റെ പാത. അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അല്ലാഹുമ്മ അജ്അൽനാ മിനൽ മുഹിബ്ബീൻ വസബ്ബിത്നാ അലാ ഖൗലിക ഹഖറൽക. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്ത ഗ്രൂപ്പ്